പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നമ്മുടെ ദൈവമായ കർത്താവ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. അതിനെ ശ്രമിക്കാം. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് പാപം മോചനം നൽകും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് മോചിപ്പിക്കും, ക്ഷമിക്കും, രോഗിയെ എഴുന്നേൽപ്പിക്കും. പക്ഷേ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് യേശുനാഥന് ഇഷ്ടം. ഹല്ലേലൂയ. 16-ാം വാക്യം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാവങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥന വളരെ ശക്തിയുള്ള ഫലമാവുകയും ചെയ്യും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കുക, പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അപ്പോൾ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നമ്മുടെ രോഗങ്ങൾ വിട്ടുപോകും, കടബാധ്യത വിട്ടുപോകും, കുടുംബ വഴക്ക് വിട്ടുപോകും, സമാധാനം കടന്നു വരും. പ്രാർത്ഥിക്കാം. പിതാവായ പുത്രനായ യേശുവേ, നിന്റെ നാമത്തിൽ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നും അതിനെ പാഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്.